നമസ്കാരം. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു കിലോ ഗോതമ്പ് പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നട്ടം തിരിയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ ഒരു പുതിയ തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ഒരു കൃത്രിമ ദ്വീപ് നിർമ്മിക്കാനാണ് ഇപ്പോൾ അവരുടെ നീക്കം. തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ സുജാവിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്ററോളം അകലെയുള്ള ഒരു സ്ഥലത്താണ് ഈ കൃത്രിമ ദ്വീപ് അവർ തയ്യാറാക്കാൻ പോകുന്നത്. അതിശക്തമായ തിരമാലകൾ ആഞ്ഞടിച്ചാൽ പോലും ഒരു കുഴപ്പവും പറ്റാത്ത രീതിയിൽ 6 അടി ഉയരത്തിലാണ് ഈ ദ്വീപ് അവർ സജ്ജമാക്കാൻ പോകുന്നത്. ഈ ദ്വീപ് എണ്ണ പരിവേഷണം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാനാണ് പാകിസ്ഥാൻ്റെ നീക്കം. നേരത്തെ അബുദാബിയിൽ ഇത്തരത്തിലുള്ള ഒരു ദ്വീപ് നിർമ്മിച്ചിരുന്നു. അവരുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നത്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലളിതമാണ്. അമേരിക്ക തന്നെയാണ് അതിൻ്റെ പിന്നിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ വളരെ ഉദാരമായൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപിനെ നിരന്തരമായി പുകഴ്ത്തുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ ഭരണാധികാരികൾ ഒട്ടും പിന്നോട്ടല്ല. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുകഴ്ത്തൽ ആസ്വദിക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ ഒരുപാട് വ്യവസായ താല്പര്യങ്ങൾ അവിടെയുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് പാകിസ്ഥാനിലെ എണ്ണ പരിവേഷണത്തിന് എല്ലാ സഹായങ്ങളും നൽകാമെന്ന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയിരുന്നത്. ഇവിടെ എണ്ണ പരിവേഷണം ആരംഭിക്കുന്ന തരത്തിൽ ദ്വീപ് നിർമ്മിക്കുകയും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിന് കുറഞ്ഞത് $1 ലക്ഷം കോടി ചിലവ് വരും എന്നാണ് കരുതപ്പെടുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തുകയാണ്. അമേരിക്ക ഉദാരമായ സാമ്പത്തിക സഹായം നൽകി ഇവിടെ ദ്വീപൊരുക്കി പിന്നീട് അവിടെ എണ്ണക്കിണറുകൾ നിർമ്മിച്ച് വലിയ തോതിൽ എണ്ണ പരിവേഷണം നടത്താനാണ് ഇവരുടെ പരിപാടി. പക്ഷേ ഈ സ്ഥലത്ത് ഇത്രയും വലിയ എണ്ണ നിക്ഷേപം ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പോഴും ആർക്കും അറിയുകയില്ല. പാകിസ്ഥാനിലെ ശരിക്കുമുള്ള ഭരണാധികാരിയായ, അതായത് ശരിക്കും പാകിസ്ഥാൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും എല്ലാം ആയിരിക്കുന്ന അവിടുത്തെ സൈനിക മേധാവി അസീം മുനീറിൻ്റെ കച്ചവടമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് പരമാവധി എണ്ണ അമേരിക്കയ്ക്ക് നൽകി അത്തരത്തിൽ കച്ചവടം നടത്താൻ അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല ബലൂചിസ്ഥാൻ പ്രവിശ്യ നമുക്കറിയാം. ബലൂചിസ്ഥാൻ എപ്പോഴും പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്കൊരു തലവേദനയാണ്. കാരണം ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും ധാതുക്കൾ കൊണ്ട് സമൃദ്ധമായ ഒരു സ്ഥലമാണ്. അവിടുത്തെ ധാതുക്കൾ പരമാവധി ചൂഷണം ചെയ്തെടുത്ത് കമ്പോളത്തിൽ വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന പാകിസ്ഥാനിലെ ഭരണാധികാരികൾ അവിടുത്തെ ജനങ്ങളോട് കാട്ടുന്ന ക്രൂരമായ അവഗണനയ്ക്കെതിരെ അവിടെ നിരന്തരമായി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ചില ഭീകര സംഘടനകൾ പോലും ഇതിൻ്റെ പേരിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരു ട്രെയിൻ തട്ടിക്കൊണ്ട് പോയ സംഭവമൊക്കെ നമുക്ക് ഓർക്കാനും കഴിയും. പക്ഷേ ഇതെല്ലാം സ്വന്തമാക്കാനുള്ള ഒരു നീക്കമാണോ അമേരിക്ക നടത്തുന്നത് എന്നാണ് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടത്. ഒരു വശത്ത് എണ്ണക്കിണറുകളും മറുവശത്ത് ഈ ബലൂചിസ്ഥാനിലെ ധാതുക്കളും തന്നെയായിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. പാകിസ്ഥാൻ ഒരു കാലത്ത് ഇന്ത്യക്ക് പോലും എണ്ണ നൽകും, അങ്ങനെ ഒരു കാലം വരുമെന്നൊക്കെ ഇടയ്ക്ക് ട്രംപ് വീമ്പ് പറഞ്ഞിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും വീമ്പടി തന്നെ ആയതിനാൽ അതിന് ഇന്ത്യയൊന്നും വലിയ കാര്യമായി എടുക്കേണ്ട ആവശ്യവുമില്ല. എങ്കിൽ പോലും ഇത്തരത്തിലൊരു ദ്വീപ് നിർമ്മാണം നടക്കുന്നത് ഇന്ത്യ വളരെ കരുതലോടുകൂടി തന്നെയാണ് നോക്കുന്നത്. കാരണം ഇവർക്കെല്ലാം വേറെ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോവുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ കൃത്യമായ ജാഗ്രത തന്നെയാണ് പുലർത്തുന്നത്. അവിടെ ഈ ദ്വീപ് നിർമ്മിച്ച്, അതായത് തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ ഈ ദ്വീപ് നിർമ്മാണം ഇത് എണ്ണ പരിവേഷണം ലക്ഷ്യമിട്ട് മാത്രമാണോ അതോ മറ്റേതെങ്കിലും സൈനിക ലക്ഷ്യങ്ങൾ ഇതിനുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായും പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയൊക്കെ പൂർവ്വചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ അവധാനതയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കാണുന്നത്. പാകിസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനാണ് ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത വർഷം ആദ്യം തന്നെ ഇതിൻ്റെ സംരംഭങ്ങളൊക്കെ തന്നെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അമേരിക്ക ഉദാരമായി പണം നൽകി സഹായിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ദ്വീപിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനും എണ്ണ പരീക്ഷണം ആരംഭിക്കാനും ഒക്കെ കഴിയും. പക്ഷേ ഇവർ ഈ പറഞ്ഞ തരത്തിലുള്ള അത്രയും എണ്ണ ഇവിടെ ലഭ്യമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. പാകിസ്ഥാനിൽ 353.5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ എണ്ണ ശേഖരത്തിൽ നിന്ന് വാണിജ്യ ഖനനം ആരംഭിക്കണമെങ്കിൽ വലിയ തുകയും വേണ്ടി വരും. ഏതായാലും ഇതിൻ്റെ പൂർണ്ണമായ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുപാട് സമയമെടുക്കും. മാത്രമല്ല ഇവിടെ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് സത്യത്തിൽ ശാസ്ത്രീയമായി ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നത്. പിന്നെ എന്തിനാണ് ഇവർ ഇവിടെ ഒരു ദ്വീപ് തീർക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായ സംശയം. അറബിക്കടലിൽ സ്വന്തമായി ഒരു സുരക്ഷിതമായ ദ്വീപ് അമേരിക്കയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഒരുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. എല്ലാ വിരലുകളും ഇപ്പോൾ അതിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നതും. കാരണം ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാന് മറ്റെന്തോ താല്പര്യങ്ങളുണ്ട്, നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നൽകിയ കനത്ത അടിയുടെ ക്ഷീണത്തിൽ നിന്ന് മാറുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ പാകിസ്ഥാൻ അമേരിക്കൻ സഹായം തേടുന്നത് തന്നെ സംശയാസ്പദമാണ്. ഈ അസീം മുനീർ പലതവണ അമേരിക്കയിൽ പോയി അവിടുത്തെ
പ്രസിഡന്റ് മാത്രമല്ല സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടെ ആണോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. മുന്നേറിയ അവിടുത്തെ പ്രധാനപ്പെട്ട അവരുടെ സൈനിക തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അനുമതി നൽകിയത് പോലും ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അമേരിക്ക പാകിസ്ഥാൻ്റെ ഭാഗത്തായിരുന്നുള്ള കാര്യം ഓർക്കുക. അന്ന് സോവിയറ്റ് യൂണിയനാണ് ഇന്ത്യയുടെ സഹായത്തിനായി എത്തിയത്. പാകിസ്ഥാനുമായുള്ള അമേരിക്കയുടെ ഉഭയകക്ഷി ബന്ധം ഇടയ്ക്ക് അല്പം തകരാറിലായിരുന്നു, ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ട്രംപ് നടത്തിയ അവകാശവാദങ്ങൾ, അതാ താനാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നുള്ള അവകാശവാദങ്ങളെ ഇന്ത്യ അംഗീകരിക്കാത്ത ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. ട്രംപിന് നോബൽ സമ്മാനത്തിന് പരിഗണിക്കാനായി ഇന്ത്യ ശുപാർശ ചെയ്തിരുന്നില്ല. ഇതൊക്കെ ഇന്ത്യക്ക് എതിരെ ഉള്ള ചില നടപടികൾ സ്വീകരിക്കുന്നതിന് ട്രംപിന് പ്രേരകമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഒരു എണ്ണക്കിണർ സംരംഭം സംശയാസ്പദം തന്നെയാണ് എന്ന് വേണം കരുതാൻ. പക്ഷേ ബലൂചിസ്ഥാനുള്ളവർ പറയുന്നത് മറ്റൊരു ന്യായമാണ്. ഇങ്ങനെ ഇവിടെ ഒരു എണ്ണശേഖരം ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ്റെ വകയല്ല, അത് ബലൂചിസ്ഥാൻ്റെ വകയാണ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ അമേരിക്കയെ പോലെ രാജ്യത്തെ വിളിച്ചുകൊണ്ടുവന്ന് അവകാശവാദം ഉന്നയിക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക. നമുക്കറിയാം, ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ചൈനയുടെ സഹായത്തോടു കൂടി അവർ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള ജീവനക്കാരെ പലതവണ ഈ ബലൂചിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ നോട്ടമിടുകയും അവരെ വധിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ അമേരിക്കയുടെ അല്ലെങ്കിൽ അബുദാബിയുടെ ഒക്കെ തന്നെ സാങ്കേതിക സഹായത്തോടു കൂടി ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള സംഘർഷത്തിന് കാരണമാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. നേരത്തെ അമേരിക്ക സന്ദർശിച്ചപ്പോൾ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ ചർച്ചയ്ക്കിടയിൽ പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീർ ബലൂചിസ്ഥാനിൽ നിന്നുള്ള അപൂർവ ധാതുക്കളൊക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ പെട്ടിയിൽ അതെല്ലാം കാണിച്ചു കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലൊരു വിലപേശൽ നടത്തി കച്ചവടം ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ട്രംപ് നല്ല കച്ചവടക്കാരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്ന് തൊട്ടാലും അവിടെയെല്ലാം തൻ്റെ സ്ഥാപനത്തിൻ്റെ, തൻ്റെ കമ്പനിയുടെ, തൻ്റെ മക്കളുടെ മരുമക്കളുടെയൊക്കെ തന്നെ വ്യവസായ താല്പര്യം സംരക്ഷിക്കലാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിൻ്റെ നിർമ്മാണത്തിന് പിന്നിലും അത്തരത്തിലുള്ള താല്പര്യങ്ങളുണ്ടോ, ഒപ്പം പാകിസ്ഥാന് മറ്റ് പ്രതിരോധ താല്പര്യങ്ങളുണ്ടോ എന്നും നമ്മൾ സംശയിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇന്ത്യ ശക്തമായ കരുത്താർജിച്ച രാജ്യം തന്നെയാണ്. അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് നടത്തുന്ന ഈ ഒരു സംയുക്ത സംരംഭം അബുദാബിയുടെ സഹായത്തോടെ ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കൃത്യതയോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ് ഇന്ത്യയും.